കുറച്ചുകൂടെ അടുത്ത് നിന്നേ. അടുത്ത ഫാമിലി വരട്ടെ. ആ മൊബൈൽ ഇങ്ങത്താ. അടുത്താള് പോസ് ചെയ്തേ. അങ്ങോട്ട് നീ നിൽക്ക്, അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനി ആരാണ് ബാക്കി? ഞാനും എവിടെയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടെ സ്പൈലിംഗ് വരട്ടെ. എന്നാച്ചേ? എന്ത് പറ്റി മുത്തച്ഛ? വെള്ളമെടുത്ത് വെച്ചോ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. Okay, I'm going. Thanks to all of you. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ? എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ്വ പൂച്ചും പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളോ? ഞാൻ എന്തിനാ ചെയ്തെന്നാ? 3 പിള്ളേരെ സ്വർണ്ണം വിട്ട് ആനന്ദമില്ലേ എന്നെ നാട്ടിച്ചത്? ഞാൻ 5 പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണില്ല ചേച്ചിയല്ലേ പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരുപ്പിനും വെച്ച് വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനഃപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്നെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിന് ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാനാകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് ആരും എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ട് വിരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗതടസ്സം. കോർക്കായിരിക്കും. അല്ല, പോർക്കായിരിക്കും. വീണ്ടും പ്രശ്നോടേ. മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കയറാൻ? പ്രേമോ വിവാഹമൊക്കെ എടുത്തിട്ട് യമുന കൂടെ ഉണ്ടാക്കുന്നത് ചേട്ടനല്ലേ? നീ ഇപ്പൊ ഒരു കാര്യം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിർപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്ക ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്നു കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. ഓ, പെണ്ണുങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചിരുത്താ മതി. പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ. അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗാലറിന്ന് അടച്ചത്. സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. ഓ, തുടങ്ങി. എനിക്ക് ആരോട് സംസാരിക്കണ്ട. എനിക്കൊന്നും വയ്യ. അയ്യേ, എനിക്കെന്തറിഞ്ഞ? നീയല്ലേ ഈ പണ്ടാരം വാങ്ങിയത്, നീ സംസാരിക്കും. നാശം കടക്കാർ വല്ലതും ആയിരിക്കും. നീ തന്നെ ഡീൽ ചെയ്തോ. പുതിയ നമ്പർ ആണല്ലോ. ഹലോ. ஹலோ, நான் உங்களுக்கு நன்றி சொல்லதான் கூப்பிட்டேன். எனக்கு ரொம்ப சந்தோஷமா இருக்கு. உங்க அன்பும் ஆதரவும் ஹாஸ்பிட்டாலிட்டி ലൈഫിലെ முதல் തടവയാ தான் இப்படி ஒரு அனுபவம். I really enjoyed it. ഞാൻ ഇന്ദു. എന്താ യമുന റാണി ഇത്? നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. We are understanding peoples. எல்லாரும் பேசலாமே. இன்னும் ஒரு மாசம் நான் இங்க தான் இருப்பேன். டெய்லி பார்க்கணும். ஷூட்டிங்கை விட எனக்கு இப்போ ஒரு ஹாலிடே மூடு. நீங்க ஃப்ரீயா இருக்கும்போது என் கூட ഷൂട്ടിംഗ് வரணும். വരാം. താങ്ക് യു. ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച യമുന റാണിയുടെ കൂടെ വരാം കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണടാ? അടിച്ച് പൊളിക്കടാ. കണ്ടല്ലോ, ഇതെങ്ങനെ? കൊള്ളാം. ഇതുപോലെ ഇരിക്കണം. ഇതുപോലെന്ന് വെച്ചാ ഇത് കൂടുതൽ അടിപൊളിയാക്കാമെങ്കിൽ അങ്ങനെ. യമുന റാണിയുടെ ഒരു 6 എണ്ണം സ്റ്റൈലം പോസുകൾ. എന്തു പറയുന്നു? അതിന് ചക്ര ചെലവുണ്ട്. 2 ലക്ഷം കൊണ്ട് ഇറക്കണം. 2 എങ്കിൽ 2. പക്ഷെ ഒരു കാര്യം, ആ ഫോട്ടോ കണ്ടാ കിടുങ്ങണം. ഏറ്റു. ഏട്ടാ,
യശോദയോ എന്തായി കാണിക്കണേ? ഇങ്ങോട്ട് വന്ന് അയാള് കണ്ട അതുപോരെ? അച്ഛൻ 2 ദിവസത്തേക്ക് ഉണരില്ല, അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു യോഗം. ഒക്കെ ഞാൻ സഹിക്കുക. എന്റെ കാര്യം നിൽക്കട്ടെ, ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ. മൗനം വിദ്വാന് ഭൂഷണം. ക്ഷമിക്കുക. കുട്ടികളൊക്കെ ആ അവരിപ്പോ ഒരു അത്ഭുത ലോകത്താ. മനസ്സിലാക്കിക്കോളും. ആട്ടെ, എന്താ രണ്ടാളും ഈ നേരത്ത്? ഏട്ടനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ആ, കഴിച്ചല്ലോ. വെറുതെ. എനിക്കറിയില്ലേ മരുമക്കൾ വിളമ്പി തന്നില്ലെങ്കിൽ ഇറങ്ങില്ലാന്ന്. മാത്രമല്ല, മറന്നോ, ഇന്ന് ഏട്ടന്റെ പിറന്നാളാ. പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പകല് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. അതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കുമോളെ. ഏട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. ആരാ? ഹായ്, നല്ല മിനുസമുള്ള കൈകൾ. ആരാ? ഓ, മനസ്സിലായി, യമുന റാണി. എന്താ യമുനെ കാണിക്കുന്നേ? ആശാ, വേണ്ട, മനസ്സിൽ ഇതാ വിചാരം അല്ലേ? നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എന്നെ വേണ്ട, ദേ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്, വേണേ പോയി കഴിച്ചോ. ഈ പെണ്ണെ പിണങ്ങിയോ? മനസ്സ് മുഴുവൻ നീയാ. നിന്റെ മുമ്പിൽ യമുന ആര്? ഇത് ഒറിജിനൽ, മറ്റേത് വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഏത്?